അപകടത്തിന് തൊട്ട് അല്ലെങ്കിൽ ആ അപകടത്തിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങൾ. ആ വിമാനം പറന്നുയർന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതൊരു അഗ്നിഗോളമായി മാറുകയും ചെയ്തു. ഇതാണ് ഒരു ജനവാസ മേഖലയോട് ചേർന്ന് ആ വിമാനം തകർന്നു വീഴുകയാണ്. അത് പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തു വളരെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വിമാനം പറന്നുയർന്ന സമയമായതുകൊണ്ട് തന്നെ അതിൽ ഫ്യുവൽ നിറയെ ഫുൾ ഫ്യുവലായിരുന്നു. ആ ഫ്യുവൽ അത്രയും ഉള്ള സമയത്താണ് ആ വിമാനത്തിന് തീ പിടിക്കുന്നത്. സ്വാഭാവികമായും ആ ഫ്യുവൽ അടക്കം കത്തി പെട്ടെന്ന് തന്നെ അത് അഗ്നിഗോളമാകാൻ അത് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അതും ഈ ഘട്ടത്തിൽ ഒരു അപകടത്തിൻ്റെ ആഘാതം കൂട്ടി എന്നാണ് പറയുന്നത്. ഏതായാലും അതിൻ്റെ ഔദ്യോഗിക വിശദീകരണങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിൽ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് റൂപാണി ഉണ്ടായിരുന്നു എന്നത് ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹം ആ വിമാനത്തിലുണ്ടായിരുന്നു എന്നാണ് ഏതാണ്ട് ഇപ്പോൾ എല്ലാവരും ആ വാർത്ത അതൊരു കൺഫേംഡ് റിപ്പോർട്ട് എന്ന നിലയിൽ തന്നെയാണ് ആ വിവരം നൽകുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, അതുപോലെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഒക്കെ ഇതിൽ രക്ഷാപ്രവർത്തനം വിലയിരുത്തുന്നുണ്ട്. വ്യോമയാന മന്ത്രി അടിയന്തരമായി അഹമ്മദാബാദിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരം മാത്രമേ വരുന്നുള്ളൂ. അവരുടെ ആരോഗ്യനില സംബന്ധിച്ചോ ഒന്നും ഔദ്യോഗികമായി ഒരു വിവരവും വരുന്നില്ല. പ്രാദേശിക മാധ്യമങ്ങളൊക്കെ നൽകുന്നത് നിരവധി ആളുകളെ ഇതിനോടകം ആശുപത്രി, സിറ്റി സിവിൽ ആശുപത്രിയിലേക്ക്, അഹമ്മദാബാദിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ്, അവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് വിമാനം പറന്നുയർന്ന ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അപായ സൂചനകൾ ലഭിച്ചു എന്നാണ് നമ്മൾ അവിടുത്തെ വിമാനത്താവള അധികൃതർ ദേശീയ മാധ്യമങ്ങളോടൊക്കെ പറയുന്നത്. അത് റഡാറിലും അത് വ്യക്തമാണ്. പറന്നുയർന്ന ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ 5 മിനിറ്റിൽ താഴെ മാത്രമേ അത് പറന്നിട്ടുള്ളൂ. കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതിന് നിയന്ത്രണം നഷ്ടമായി, അതെവിടെയോ ഇടിച്ച് അഗ്നിക്കിരയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നതൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രാഥമികമായ ചില വിവരങ്ങൾ മാത്രമേ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA ഇപ്പോൾ നൽകുന്നുള്ളൂ. അതിൽ 242 ആളുകൾ ഉണ്ടായിരുന്നു. അത് 1:39 റൺവേ നമ്പർ 23 നിന്ന് പറന്നുയർന്നത്. അത് 1:39 തന്നെ അതിന് അപായ സൂചനകൾ ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ വളരെ പ്രാഥമികമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇക്കാര്യത്തിൽ വരുന്നത്. അത് പറന്നുയർന്ന് തൊട്ടു പിന്നാലെ അത് തകർന്നു, അത് അപകടത്തിൽപ്പെട്ടു എന്ന് പറയുന്നു. 13:39 എന്ന് വെച്ചാൽ 1:39 പറന്നുയർന്നു, തൊട്ടു പിന്നാലെ അത് അപകടത്തിൽപ്പെട്ടു എന്നാണ്. ഔട്ട്സൈഡ് എയർപോർട്ടിൽ എയർപോർട്ടിന് പുറത്തൊരു ഗ്രൗണ്ടിലേക്ക് അത് തകർന്നു വീണുവെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന അതിനോട് ചേർന്ന് ഒരു കെട്ടിട സമുച്ചയമുണ്ട്. അതൊരു ഫ്ലാറ്റാണോ, റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആണോ, മറ്റെന്തെങ്കിലും ആണോ, കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് ആണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ അപകടത്തിന് ആ വിമാനം അഗ്നിക്കിരയായതിനു തൊട്ട് സമീപത്ത് തന്നെ ഒരു കെട്ടിടം നമ്മൾ കാണുന്നുണ്ട്. അതിനും ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അതൊരു ജനവാസ മേഖലയോട് ചേർന്നുള്ള ഒരു പ്രദേശം തന്നെയാണ്, ഒരു ഗ്രൗണ്ടാണ്, ഒരു തുറസായ സ്ഥലമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ചൊന്നും ഈ ഘട്ടത്തിൽ നമുക്ക് വിവരമില്ല. എന്തായാലും ഒരു വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ വരുമ്പോൾ തന്നെ ആ അപകടം അങ്ങേയറ്റം ഗൗരവ സ്വഭാവത്തിലുള്ളതാണ് എന്ന് വ്യക്തമാകുന്നു. ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ആ വിമാനം 1:39 പറന്ന് റൺവേ വിട്ട് തൊട്ടു പിന്നാലെ അത് ഒരു അഗ്നിഗോളമായി മാറുകയാണ് ഉണ്ടാകുന്നത്. എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് സ്ഥിരീകരിച്ച വിവരം വരാനിരിക്കുന്നതേ ഉള്ളൂ. 1:39 വിമാനം പറന്നുയർന്നത് എന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ.